ഗൈസ് വെൽക്കം ബാക്ക്. അങ്ങനെ നമ്മൾ ഓണമൊക്കെയാണ്. അപ്പൊ ഓണമായിട്ട് ഒരു കിടിലൻ വിശ്വാസമുള്ള ഒരു ഷോപ്പിലേക്ക് ഞാൻ വന്നിരിക്കുന്നത്. തൃശ്ശൂർ ജില്ലയില് കയ്പമംഗലത്ത് മൂന്ന് പീടിക. തൃശ്ശൂർ ജില്ല കയ്പമംഗലം മൂന്ന് പീടിക ലൊക്കേഷൻ ഇറങ്ങുക. അവിടെ തൊട്ടപ്പുറത്ത് ഒരു HBയുടെ പമ്പുണ്ട്. അവിടുന്ന് ജസ്റ്റ് ഒരു ചെറിയൊരു വഴിയുണ്ട്. അതിലേക്കൂടെ ജസ്റ്റ് കുറച്ച് കയറി വന്നു കഴിഞ്ഞാൽ പ്രിയദർശിനി മോട്ടോർ പാർക്കിലോട്ട് ഞാൻ നിൽക്കുന്നത്. അപ്പൊ നമ്മുടെ ഓണർ ഇതാണ് ഷാനി ബ്രോ അല്ലെ. ഈ ചെറുപ്പക്കാരനാണ് ഈ കോടീശ്വരനായ വണ്ടിക്കടയുടെ മുതലാളി. അപ്പൊ ബ്രോ ഓണത്തിന് എന്തൊക്കെയാണോ നമ്മുടെ പരിപാടികൾ? ഓണത്തിന് നമ്മള് മുമ്പ് കൊടുത്തായിരുന്ന പോലെ എല്ലാ ഓഫറും ഉണ്ട്. വണ്ടികൾക്ക് ഫുൾ ടാങ്ക് ഫ്യൂല്, 6 മാസം എഞ്ചിൻ വാറണ്ടി, എഞ്ചിൻ വാറണ്ടി ഉപരി എല്ലാം വാറണ്ടി. ഞാൻ ചോദിക്കട്ടെ, ബ്രോയ്ക്ക് വിഷമാവോ എന്ന് അറിയില്ല, പക്ഷെ ചില ആൾക്കാരൊക്കെ ചോദിക്കുന്നുണ്ട് ഷാനി ബ്രോ ഇവിടെ 6 മാസം എഞ്ചിൻ വാറണ്ടി ഒക്കെ ചുമ്മാ തള്ളാന്ന് പറയുന്നത്. അത് വണ്ടി മേടിച്ച ഒരു കമന്റ് എടുത്തേ, തള്ളാണെങ്കിൽ ഒരു കമന്റ് ഇടും അല്ലെ. കമന്റ് എടുത്തേ ഇവിടുന്ന് വണ്ടി മേടിച്ചത് അതിന്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് എങ്ങനെയാണ് ഇവിടുത്തെ വണ്ടികൾ ക്വാളിറ്റി എങ്ങനെയുണ്ട്, 6 മാസം വാറണ്ടി കൊടുക്കും. അതായത് നമ്മള് അതായത് ഇപ്പൊ ഈ വണ്ടി പ്ലാറ്റിന 2019 വണ്ടിയാണ്, 19,000 കിലോമീറ്റർ. എല്ലാ കാര്യങ്ങളും ഇൻഡിക്കേറ്റർ ഉപരി അതിന്റെ ടൈൽ ലൈറ്റ് ബൾബ് വരെ എല്ലാം വർക്കിംഗ് ആയിട്ട് പുതിയ ഓയിൽ ഫിൽറ്റർ പുകടച്ചടക്ക് എടുത്തിട്ടാണ് വണ്ടി കൊടുക്കണേ. എന്നിട്ടും വണ്ടി ഒരു കൊണ്ടുപോയിട്ട് എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ നമ്മൾ അവർക്ക് ഇങ്ങോട്ട് വരാൻ ഇവിടെ നമ്മൾ ക്ലിയർ ചെയ്തും കൊടുക്കുന്നുണ്ട്. 6 മാസത്തെ വാറണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഏഴാമത്തെ മാസം കംപ്ലൈന്റ് വരുന്നല്ല അതിന്റെ അർത്ഥം. അത്രയും ഉറപ്പാണ്. ചെക്കിംഗ് വാറണ്ടി എന്ന് പറഞ്ഞാൽ മറ്റു ഷോറൂമിൽ ചിലപ്പോൾ ഒരു ദിവസം വാറണ്ടി കൊടുക്കുന്നുണ്ടാവും. അത് കഴിഞ്ഞാൽ പിന്നെ കംപ്ലൈന്റ് വന്നാൽ അത് അവര് അഫോർഡ് ചെയ്യണം. ഇത് അത്രയും നമ്മൾ 6 മാസമുള്ള ഇപ്പൊ 4 മാസമായാലും 3 മാസമായാലും വണ്ടി അത്രയും പെർഫെക്റ്റ് ആയിരിക്കും. അത്രയും ഉറപ്പാണ്. പിന്നെ ബാക്കി അവര് കൊണ്ടുപോയിട്ട് വണ്ടി സൂക്ഷിക്കണം. എപ്പോഴും പറയണ്ട് ഇപ്പൊ ഓയിലും കാര്യങ്ങളൊക്കെ പുതിയത് വെച്ച് അടുത്ത എല്ലാ പീരിയോഡിക്ക് 3000 കിലോമീറ്റർ ഓയിൽ ചേഞ്ച് മാത്രമേ ചെയ്യണ്ടുള്ളൂ. അത് അത്ര ഉറപ്പാണ് ഈ പറയണത്. ആ ഉറപ്പ് ഞങ്ങൾക്കറിയാം. ഈ വണ്ടി കൊടുക്കാൻ അത്രയും ക്വാളിറ്റി, ആ ഉറപ്പാണ് ഈ വാറണ്ടി എന്ന് പറഞ്ഞ സാധനം. ഇന്ന് വരെ എനിക്കൊരു എഞ്ചിൻ പൊളിഞ്ഞിട്ട് ഞാൻ കൊടുത്ത വണ്ടി ഇവിടെ വന്നിട്ടില്ല. അതാണ് ഇവിടെ വന്നിട്ടില്ല. അതാണ് പ്രിയദർശിനി. ഏതെങ്കിലും ചിലപ്പോ കൊണ്ടുപോയി മീറ്റർ കേബിൾ വർക്ക് ചെയ്യില്ല, ചിലപ്പോ കേബിളിന്റെ ഇത് പൊട്ടി, സ്വാഭാവികം, അതമ്മ മാറ്റി കൊടുക്കണം എന്ന് പറഞ്ഞാൽ എഞ്ചിൻ ട്രബിൾ ആയിട്ട് ഇന്ന് വരെ വന്നിട്ടില്ല. ഇന്ന് വരെ എനിക്കൊരു കംപ്ലൈന്റ് എഞ്ചിൻ പ്രിയദർശിനി എത്ര വർഷം? 16 വർഷം കഴിയായി. പിന്നെ ഈ വീണ്ടും ഒരു കമന്റ് വന്നത് ഇപ്പൊ ഈ ഹെൽമെറ്റ് ഒക്കെ 2 കൊടുക്കോടെന്ന് ചോദിക്കും. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇന്നലെ ബുള്ളറ്റ് 3 ഹെൽമെറ്റ് ആൾക്ക് ഒരു ഹെൽമെറ്റ് കൂടി വേണം, വീട്ടില് ഒരാളും കൂടി ഒരെണ്ണം കൂടി തരുമോന്ന് വെച്ച് 1,84,000 രൂപയുടെ വണ്ടിയാണ് ആള് മേടിച്ചത്. പുതിയ മോഡല് ബുള്ളറ്റ് 3 കൊടുത്തു. അത് ചോദിച്ചു, ആദ്യമായിട്ടാണ് ഒരാളങ്ങനെ ചോദിച്ചു ഒരെണ്ണം കൂടി തരുമോന്ന് അവര് ചോദിച്ചാണ്. ഫുൾ ടാങ്ക് ഫ്യൂൽ എല്ലാവർക്കും അതാണ് പറഞ്ഞത്. നിങ്ങൾ വണ്ടി മേടിച്ചവര് ഫസ്റ്റ് ദയവ് ചെയ്തിട്ട് എന്താണ് നിങ്ങളെ എക്സ്പീരിയൻസ് ഉള്ള കമന്റ് ഇട്ടോ. ഞാൻ എങ്ങനെയാണ് അതിന്റെ സർവീസ് ചെയ്തത്, വണ്ടി തരുമ്പോ നീറ്റ് ആയിരുന്നോ, ഇപ്പോഴും ഓടുന്നുണ്ടോ, പെർഫെക്റ്റ് ആണ്, നിങ്ങൾ ധൈര്യമായിട്ട്. അതായത് പ്രിയദർശിനിയുടെ വണ്ടി എടുത്തിട്ട് വഴിയിൽ കിടക്കൂലെന്ന് ഒന്നും വരില്ല. വണ്ടി നിങ്ങൾ സൂക്ഷിക്കുക. ഞാൻ അത്രയും കണ്ടീഷൻ ആയിട്ടാണ് ഓരോ വണ്ടികൾ കൊടുക്കുന്നത്. അത് മേടിക്കുന്നവർക്കും അറിയാലോ. എബിക്ക് കണ്ണില്ലേ, വിവരില്ലേ. എബി ഈ വണ്ടി മേടിക്കുമ്പോൾ അത്രയും ഞാൻ ഇത്ര ഉറപ്പ് പറഞ്ഞിട്ട് എന്ന് പറഞ്ഞാൽ കസ്റ്റമർ നോക്കിയിട്ട് അവര് ഫുള്ള് സാറ്റിസ്ഫൈഡ് ആയതുകൊണ്ടാണ് മേടിക്കണത്. അതായത് കോമ്പറ്റീഷൻ ഉണ്ടായിക്കോട്ടെ, ഇവിടെ തരികിട തട്ടിപ്പ് വർത്താനങ്ങളൊന്നുമില്ല. ഒരു കസ്റ്റമർ ഇത് മേടിക്കുമ്പോ നോക്കിയിട്ട് എന്താണ് നിങ്ങൾക്ക്, ഞാൻ ചോദിക്കാറുണ്ട് ഓടിച്ചിട്ട് എന്തെങ്കിലും ഞാൻ ചെയ്യേണ്ടതായിട്ടുണ്ടോ, ഈവൻ ഈ പാർക്ക് ബൾബ് വർക്ക് ചെയ്യുന്നില്ല അത് മാറ്റിട്ട് കൊടുക്കണത്, അത്രേ ഉള്ളൂ. എല്ലാം അതാണ്. അപ്പൊ കസ്റ്റമർ നോക്കിയിട്ട് എല്ലാം എന്ന് പറഞ്ഞാൽ എല്ലാം A to Z നോക്കിയിട്ട് അവർക്ക് ഇന്നത് പോരാ അല്ലെങ്കിൽ ഇന്നത് മാറ്റി തരുമെന്ന് ചോദിച്ചിട്ട് ഫുൾ ഓക്കെ ആയിട്ട് വണ്ടി കൊണ്ടുപോകണം. അവർക്ക് ടെക്നിക്കലി അറിയുന്ന എത്ര പണ്ഡിതനെ കൊണ്ടുവന്നോട്ടെ വേണമെങ്കിൽ അവര് നല്ല മെക്കാനിക്കിനെ കൊണ്ടുവരാം. കൊണ്ടുവന്നില്ലെങ്കിൽ കുഴപ്പമില്ല. പിന്നെ അവർക്ക് ഒരു വിശ്വാസം വരാണെങ്കിൽ അവർ കൊണ്ടുവന്നോട്ടെ. അവർ കൊണ്ടുവന്നോട്ടെ. പലരും ഇപ്പൊ ചിലവർ മെക്കാനിക്ക് അല്ലെങ്കിൽ അതിന്റെ അതേതായ വണ്ടി ഉപയോഗിക്കുന്നവര് വന്ന് നോക്കിയിട്ടാണ് വണ്ടി മേടിക്കുന്നത്. എല്ലാവരും കണ്ട് ബോധ്യപ്പെട്ടിട്ടാണ് വണ്ടി മേടിക്കുന്നത്. അല്ലാണ്ട് എബിരെ കീസയിലുള്ള കാശ് എന്റെ പോക്കറ്റിലേക്ക് വരുന്നില്ല, തട്ടിപ്പറിക്കില്ല. ഇല്ല. ഇത് നോക്കി അവര് സാറ്റിസ്ഫൈഡ് ആക്കി അവര് പൂർണ്ണ സംതൃപ്തരാകുമ്പോഴാണ് ഈ വണ്ടി അവർ മേടിക്കുന്നത്. അല്ലേ? അത്രേ ഉള്ളൂ. എന്നിട്ട് ഞാൻ കൊടുക്കുന്ന വാറണ്ടി എന്താണ്? കൊണ്ടുപോയിട്ട് എന്തെങ്കിലും വന്നാൽ, നേരത്തെ പറഞ്ഞില്ലേ മീറ്റർ കേബിൾ ചിലപ്പോ പൊട്ടാം, ബൈ ചാൻസ് ഒരു എക്സാമ്പിൾ ആണ് വന്നാൽ നമ്മളത് ചെയ്തും തരുന്നു. അതാണ് സർവീസ്. അത്രേ ഉള്ളൂ. അത് വാക്കല്ല, അത് പ്രവൃത്തിയിൽ നമ്മൾ ചെയ്തു തരും. ഈ വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. പിന്നെ എത്ര വർഷം? 16 കൊല്ലായി പ്രിയദർശിനി അല്ലേ? അതെ. ഈ യൂസ്ഡ് ബൈക്ക് ഇവിടെ വിൽക്കുന്നത് 16 കൊല്ലത്തോളായി. 16 കൊല്ലം കഴിഞ്ഞ്. അപ്പൊ നമ്മൾ നോക്കുമ്പോ നമ്മൾ എല്ലാ കാര്യം ഞാൻ പറയാം, ഇന്ന് വരെ ഒരു എഞ്ചിനിക്ക് പണി ഉണ്ടാവുന്നില്ല. അതായത് നമ്മൾ അത്രയും കണ്ടീഷൻ ഉള്ളതാണ് ഈ മേടിക്കണത്. ഇപ്പൊ നിങ്ങൾ ചിലപ്പോ ചോദിക്കും എക്സ്ചേഞ്ച് എടുക്കുമെന്ന് ചോദിക്കും. എക്സ്ചേഞ്ച് ഒരു പോരായ്മ ഉള്ള വണ്ടിയാണ് നമ്മൾ എടുക്കാറില്ല.
ഇപ്പൊ ചിലപ്പോ ഈ വണ്ടി വെക്കുമ്പോ ചിലപ്പോ ഒരു 20,000 രൂപയുടെ ഒരു ആക്റ്റീവ് ആയിരിക്കും. അത് പോരാത്ത, അതായത് തീരെ കണ്ടീഷൻ മോശമെങ്കിൽ ഇത് വിൽക്കാൻ വേണ്ടി അത് നമ്മ മേടിച്ച് തലയിൽ വെക്കുന്നില്ല. പിന്നെ നന്നാവണത് മേടിക്കുന്നുള്ളൂ. സിംഗിൾ ഓണർ എന്ന് കൂടുതലും 90% വണ്ടികൾ സിംഗിൾ ഓണർ ആണെന്ന് പറയുന്നല്ലോ. അപ്പൊ ആൾക്കാർ എങ്ങനെ ഒരു സെക്കൻഡ് ഹാൻഡ് ഫുള്ള് സിംഗിൾ ഓണർ വണ്ടികൾ വിൽക്കാൻ പറ്റുന്നൊക്കെ ചോദിക്കുന്നുണ്ട്. സിംഗിൾ ഓണർ വണ്ടികളാണ് മോസ്റ്റ് ആയിട്ട് നമ്മൾ അതങ്ങനെ തെരഞ്ഞെടുക്കപ്പെടുകയാണ്, സെലക്ട് ചെയ്തിട്ടാണ് ഈ മേടിക്കുന്നത്. അതെ, 10 വർഷം പഴക്കമുള്ളൊന്നും അങ്ങനെ എടുക്കണില്ല. ഇല്ല അതല്ലേ പറഞ്ഞു കംപ്ലീറ്റ്. അതിന് ഇത്ര വില കൊണ്ടുള്ള വണ്ടി ഇപ്പൊ 48,000 രൂപ മുതലുള്ള വണ്ടി ഉള്ളൂ എന്ന് പറഞ്ഞാൽ 20-25 രൂപയുടെ വണ്ടി ഇല്ല. നമുക്കതൊരു വിശ്വാസമായിട്ട് ആൾക്ക് കൊടുക്കാൻ പറ്റിയ വണ്ടി കണ്ടീഷൻ ഇല്ല. അതുകൊണ്ടാണ് അത് മേടിക്കാത്തത്. അങ്ങനെ ആണെങ്കിൽ അത് മാത്രം വിറ്റാൽ മതി, ഈ മോഡൽ കുറവിന്റെ മാത്രം വിറ്റാൽ മതി. അത്രയും കണ്ടീഷൻ അതില്ലാത്തതുകൊണ്ട് നമ്മൾ ചെയ്യാത്തത്. ആ ലാഭം വേണ്ട. അപ്പൊ അത്രയും കണ്ടീഷൻ ഉള്ള വണ്ടി എടുക്കുമ്പോ ഇപ്പൊ പൈസ ഇല്ലാത്തവരാണല്ലോ. ചിലവര് ചോദിക്കും ഞങ്ങൾക്ക് 25,000 രൂപയുടെ ബഡ്ജറ്റ് ഉള്ളോ, അതിനുള്ള വണ്ടി ഇല്ല. ശരി, അതിനാണ് ലോൺ സൗകര്യം. അങ്ങനെയാണ് കാര്യങ്ങൾ. അവർക്ക് കണ്ടീഷൻ ഉള്ള വണ്ടികളാകുമ്പോ ലോൺ ആയിട്ട് എടുക്കാം. അപ്പൊ എന്തായാലും നമുക്ക് അതാണ് ഇവിടെ എനിക്ക് ആകെ ഒരു സാറ്റിസ്ഫാക്ഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ പറഞ്ഞ പോലെ വീണ്ടും പറയാണ്, വഴിയിൽ കിടക്കൂല. അതാണ് വീഡിയോ ചെയ്യുന്നതിൽ ഞാൻ ഒരു വണ്ടി പരിചയപ്പെടുത്തിയിട്ട് എനിക്ക് അവരെ എന്റെ അറിവിൽ ആരും വിഷമിച്ചിട്ടില്ല. എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് പറഞ്ഞാൽ നമ്മൾ ചെയ്തും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, മോഡല് 2015-16 റേറ്റ് എത്രയാണ്? ഇതൊക്കെ ആവുമ്പോ ഒരു 80 രൂപ. 80 രൂപ. ഇത് ഓണർഷിപ്പ് സിംഗിൾ ഓണർ, പെൻഷൻ നമ്പർ കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. 6644 അല്ലെ. അടുത്തൊരു ചില കിറ്റും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു എൻഫീൽഡ് സ്റ്റാൻഡേർഡ് 350. ഇവിടെ മുതൽ ഒരു അങ്ങേയറ്റം വരെ സ്റ്റാൻഡേർഡിനുണ്ട്. ഒരു വമ്പൻ നിരണ്ട് അല്ലെ. ഒരു നേരം ഫുള്ളും ബുള്ളറ്റ് തന്നെയാണ്. അതിൽ സ്റ്റാൻഡേർഡ് ക്ലാസിക് ഉണ്ട്, സ്റ്റാൻഡേർഡ് ES ഉണ്ട്, 100 ഉണ്ട്, ഉണ്ട്, എല്ലാ വണ്ടികളും ഉണ്ട്. ഓക്കെ, സ്റ്റാൻഡേർഡിന്റെ ഒക്കെ വില നമ്മളൊക്കെ ഏകദേശം എത്ര രൂപ തുടങ്ങുന്നത്? ഇത് ഒരു 1.10 തൊട്ട് സ്റ്റാർട്ടിങ്. 1.10 മുതൽ സ്റ്റാൻഡേർഡ് ഉണ്ട് അല്ലെ. പിന്നെ ഇത് കുറച്ചും കൂടെ പുതിയ മോഡലാണ് തോന്നുന്നു. മോഡൽ വിടും. ഇതൊക്കെ 1.38 വരും. ഇത് എത്ര മോഡല്? 2017-18 അല്ലെ. അതെ, ഇതും 18 തന്നെ വരും. 45 വരും. അതെ. അപ്പം ഇതാണ് ജസ്റ്റ് 1,10,000 രൂപ മുതല് ഏത് വണ്ടി ആണെന്നുണ്ടെങ്കിലും 6 മാസം ഇഞ്ചിൻ വാറന്റി ഉണ്ട്. ഇതിന്റെ ഇവിടുന്ന് എടുത്ത് ഏത് വണ്ടിക്കായാലും 6 മാസം ഫുൾ വാറന്റി. ഇവിടെ നിന്ന് ഇപ്പൊ ഒരു 10,000 രൂപയുടെ ബൈക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിലും അതിന് പോലും ഫുൾ വാറന്റി ഉണ്ട്. പിന്നെ ഫുൾ ടാങ്ക് പെട്രോൾ ഉണ്ടാവും. അതിനായാലും ഈ 2 ഹെൽമെറ്റ് ഉണ്ടാവും. അതെ, ഏത് വണ്ടി എടുത്താലും ഈ പറഞ്ഞ ഓഫ് റൈഡിലൊന്നും ഒരു കുറവുമില്ല. ഓക്കെ, ഇതൊക്കെ എത്ര മോഡല്? 2021-22 മോഡല്. ഇതിന്റെയൊക്കെ റേറ്റ് വരുന്നത് 1.18. സിംഗിൾ ഓണർ 11,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 11,201 കിലോമീറ്റർ ഓടിയ ഷോറൂം ലുക്കിലുള്ള വണ്ടി കേട്ടോ അല്ലെ. സിംഗിൾ ഓണർ. ഇതിനൊക്കെ ഏകദേശം ലോൺ എത്ര കിട്ടും? ഇതിനൊക്കെ ഒരു 35-40 രൂപ ലോൺ ചെയ്ത് ഉണ്ടാവാം അല്ലെ. പിന്നെ ഇപ്പൊ 100 ഉണ്ട്, അതുപോലെ തന്നെ ബെന്ലി ഉണ്ട്. ബെന്ലി എന്നൊക്കെ പറയുമ്പോൾ ഒരു സെക്കൻഡ്സിൽ കുറവായിരിക്കും ബെന്ലി. ഇതിനൊക്കെ എന്താ റേറ്റ് വരുന്നുണ്ട്? ഇത് എത്ര മോഡല്? ഇത് 2022. ഇതിനൊക്കെ റേറ്റ് വരുന്നത് 2.10. ലോണൊക്കെ ഏകദേശം ഇതിനൊക്കെ 40-45 രൂപ കിടക്കണം ലോൺ ചെയ്യും അല്ലേ. ഓക്കെ, ഇപ്പുറത്തെ കുറച്ച് ക്ലാസിക്കുകൾ ഉണ്ട് കേട്ടോ. ക്ലാസിക് 350 ഉണ്ട്, ഗൺ മെറ്റൽ ഗ്രേ ഉണ്ട്, റെഡ് ഉണ്ട്, ഗ്രീൻ ഉണ്ട്, ബ്ലൂ ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്. ഏത് കളർ വേണമെങ്കിലും ഉണ്ട് അല്ലേ. ഏത് കളറാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്ക് കറക്കി കുത്തിയാലും ആ കൈ കുത്തുന്ന വണ്ടി അത്രയും നല്ല വണ്ടികളായിരിക്കും. ബുള്ളറ്റിന്റെ കാര്യം മാത്രമല്ല, ഇവിടെയുള്ള ഒരുവിധപ്പെട്ട എല്ലാ വണ്ടികളും അത്ര വെൽ മെയിൻറ്റൈൻ ആയിട്ടാണ് വണ്ടി ഇരിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പുറത്ത് നമുക്ക് ഇനി സൈഡിൽ കൂടെയും കുറച്ച് ചെറിയ വണ്ടികൾ ഇരിപ്പുണ്ട് അല്ലെ. ചെറുതല്ല, ഇപ്പത്തെ നാട് ഭരിക്കുന്ന കുറച്ച് വണ്ടികളാണ് എക്സ്പൾസ്. കാരണം അവർ ആവറേജ് ബഡ്ജറ്റിലൊക്കെ നമുക്ക് എടുക്കാൻ പറ്റുന്ന വണ്ടികളാണ് അല്ലെ. ഇതൊക്കെ അവിടെ ഒരു റെഡ് ഉണ്ടല്ലോ, ഇതിന് എത്ര റേറ്റ്? 2020 മോഡലാ, വണ്ടികളാ. 2020 അല്ലെ. എത്ര റേറ്റ് എത്രയാണ്? 1.30 അറേഞ്ച് വരും അല്ലെ. ലോൺ ഏകദേശം ഒരു 30 രൂപ അടച്ചാൽ ബാക്കി ലോൺ ചെയ്തിട്ടുണ്ട് അല്ലെ. ഇത് എത്ര മോഡല്? ഇതും സെയിം തന്നെ മോഡല്, എല്ലാം ചെറിയ വ്യത്യാസങ്ങളെ വരുന്നുള്ളൂ. ഓക്കെ, എല്ലാം സെയിം മോഡല്, 20-21 മോഡൽ തന്നെ. പിന്നെ CT 110 അല്ലെ. പിന്നെ CT 100 ഉണ്ട്. സെൽഫ് ഒക്കെ വർക്കിംഗ് ആണോ? എല്ലാം വർക്കിംഗ്, ഫുൾ വർക്കിംഗ് ആയിരിക്കുള്ളൂ. കിലോമീറ്റർ ഒക്കെ നോക്കണത് വെറും 15,880 സംതിങ് കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അല്ലെ. 21,000 കിലോമീറ്റർ ഓടി. ഇത് 19, ഇത് 21. ഇതിപ്പോ എത്ര മോഡല്? 2019. ഇത് 21,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 21,000 കിലോമീറ്റർ. ഇതാണെങ്കിൽ 15,000 കിലോമീറ്റർ. ഇത് 15,000.
ഇത് എത്ര ഇത്രയാണ്? ഇതൊക്കെ ആണെങ്കിൽ ഒരു 52 രൂപ ഉണ്ടെങ്കിൽ ഇറക്കിണ്ടോ അല്ലേ? വണ്ടി ഫുൾ റേറ്റ്. ഫുൾ റേറ്റ്. ഇത് 110cc പ്ലാറ്റിനം. ഇതൊക്കെ 19 മോഡൽ. ആ റേറ്റ് എത്രയാണ്? ഇതൊക്കെ ആണെങ്കിൽ ഒരു 58 രൂപ വരും. 58 അല്ലെ? ഏകദേശം ഒരു 10, 20, 15 രൂപ ഒക്കെ അടച്ച ലോൺ കിട്ടൂലേ? ഒരു 20 രൂപ അടച്ചാൽ ലോൺ ചെയ്ത് അല്ലെ? 20 റുപ്യനുള്ളിൽ മിനിമം മതി. അതെ അതെ. സിവിൽ കാര്യങ്ങൾ നോക്കി സിവിൽ ഉണ്ടെങ്കിൽ ചിലപ്പോ അത്രയും കൂടെ വേണ്ട വരത്തില്ല. അതെ അതെ. ഓക്കെ. ഇതൊക്കെ സിംഗിൾ ഓണർ കിലോമീറ്റർ നോക്കുന്നത് 17,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഒരുപാട് മൈലേജ് വണ്ടികളുണ്ട്. പ്രീമിയം കാറ്റഗറി മാത്രമല്ല, മൈലേജ് വണ്ടികൾ സാധാരണ എല്ലാ തരം വണ്ടികളും ഉണ്ട് അല്ലെ? ഇത് എത്ര മോഡൽ എത്രയാണ്? ഇത് 19 മോഡൽ തന്നെ. എല്ലാം സെയിം മോഡൽ തന്നെ. ഇത് റേറ്റ് എത്രയായിരുന്നു? ഇത് നേരത്തെ പറഞ്ഞ റേറ്റ് തന്നെ 57, 58 റേഞ്ച് തന്നെ. ഇവിടെയും പ്ലാറ്റിനം ഉണ്ട്. ഇവിടെ ഒരു ഷൈൻ കിടപ്പുണ്ട് അല്ലെ? ഇത് വെറും 117 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 117 കിലോമീറ്റർ ഒക്കെ സത്യമാണോ? പിന്നെ സത്യം. ഷോറൂമിൽ നിന്ന് ഇറക്കി കൊണ്ടുവന്ന വണ്ടിയാ. 117 കിലോമീറ്റർ. ക്യാമറ ബ്രോ ഒന്ന് കാണിച്ചു കൊടുക്കാം. കിലോമീറ്റർ ഒന്ന് കാണിച്ചു കൊടുത്തേ. ഒന്ന് അടിച്ചേ. ഓ ജസ്റ്റ് തൊടുന്ന പോലെ അഭിനയിച്ചുള്ളൂ അല്ലെ? 2018 മോഡലാണ് പറയുന്നത് അല്ലേ? 2018 മോഡല്. ആ ശബ്ദത്തില് സംഗീതത്തിന്റെ ടയറൊക്കെ നോക്കിക്കോ. ഷോറൂം ടയറാണ്. ഓടിയിട്ടും കൂടി ഇല്ല. ഓടി 1 കിലോമീറ്റർ. ആ 117 കിലോമീറ്റർ ഓടിയത് തന്നെ. ഫ്രണ്ട് ടയറൊക്കെ നോക്കിയാ തൃശ്ശൂർ രജിസ്ട്രേഷൻ. ശരി. ഈ 4 തൊട്ടിട്ട് പോലും റോഡിൽ നമ്മ മാറ്റിയ ടയർ ഒന്നല്ല, ഷോറൂം ടയർ തന്നെയാണ് അല്ലെ? കമ്പനി ടയർ. എത്ര റേറ്റ് എത്രയാണ്? ഇതിന്റെ റേറ്റ് വരുന്നത് 72 രൂപ. 72 രൂപ. പുതിയ വണ്ടി തന്നെ. മോഡലാണെങ്കിൽ 18 മോഡലുള്ളൂ. പക്ഷെ വണ്ടി കുത്തുന്ന തന്നെ. ഓ ഒരു രക്ഷയില്ലാത്ത ഒരു 1.5. ഈ BMW ഇങ്ങനത്തെ സ്കൂട്ടി എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ അങ്ങനെ ഇല്ലാത്ത ആളുകൾക്ക് കുറച്ചും കൂടെ വില കുറഞ്ഞു കിട്ടുന്ന അതേ ലുക്കിലുള്ള വണ്ടി അല്ലേ? എന്നാ പവറുള്ള വണ്ടി തന്നെ. 155cc അല്ലേ? അതെ 155. ഇതാണെങ്കിലും സിംഗിൾ ഓണർ വണ്ടി. 2022 മോഡല്. ഇതിന്റെ ഒക്കെ റേറ്റ് വരുന്നത് 1.65 വരും. 1.65 അല്ലേ? 1.65 സിംഗിൾ ഓണർ. പിന്നെ അതിലെന്തെങ്കിലും വ്യത്യാസപ്പെടുത്തിക്കൂടാ. ഈ പറഞ്ഞ റേറ്റ് ഒന്നും ഫിക്സ്ഡ് അല്ല കേട്ടാ. ഇത് വേറെ ലെവല് സാധനം അല്ലേ? ഒരു മസില് 155cc എന്ന് പറയുമ്പോ തന്നെ ചിന്തിക്കാൻ വേണ്ട. അത്യാവശ്യം പൊക്കവും കാര്യങ്ങളും. ടയറും വലുതാണ്. നല്ല പോക്ക് പോകാൻ പറ്റും അല്ലെ? ഇത് 400cc അല്ലെ? രണ്ടും 400 തന്നെ. റേറ്റ് എങ്ങനെയാണ് രണ്ടിനും വരുന്നത്? റേറ്റ് വരുന്നത് 1.60, 1.62. 1.62 അല്ലെ? 1.60, 1.62. പിന്നെ പൾസർ അല്ലെ? RS 200. RS 200 5 വണ്ടി ഉണ്ട്. RS 200 അഞ്ച് വണ്ടി ഉണ്ട്. 18 ഉണ്ട്, 19 ഉണ്ട്, 19 ലാസ്റ്റ് 20 വണ്ടി. ഇത് 18, 17, ഇത് 19 ലാസ്റ്റ് വണ്ടികളാണ്. 19 എത്ര റേറ്റ് എങ്ങനെയാണ്? ഇതൊക്കെ റേറ്റ് സ്റ്റാർട്ടിങ് വരുന്നത് 1.38 മുതൽ സ്റ്റാർട്ടിങ് വരുന്നുണ്ട്. 1.38 മുതൽ റേറ്റ് സ്റ്റാർട്ടിങ് വരുന്നുണ്ട്. സിംഗിൾ ഓണർ വണ്ടികളിട്ടല്ല. ഓക്കെ. അപൂർവ വണ്ടികള് സെക്കൻഡ് ഓണർ വരുള്ളൂ നമുക്ക്. ഓക്കെ. പിന്നെ V3 ഇത് പറഞ്ഞ പോലെ തന്നെ എത്ര ഉണ്ട്? V3 ഒരു 7 വണ്ടികളും ഉണ്ട്. പിന്നെ V4 ഉണ്ട് 4 വണ്ടി. V4 4 V3 അല്ലെ? 3 വണ്ടി. അത് ഞാൻ പറഞ്ഞല്ലോ, വീണ്ടും പറയാണ്, ഏത് വണ്ടിയാണെങ്കിൽ കൂടി നിങ്ങൾക്ക് അത്രയും സെലക്ഷൻ ഇവിടെ ഉണ്ട് അല്ലെ? ഒരു വണ്ടി തന്നെ പല കളർ. V3 ഒക്കെ സ്റ്റാർട്ടിങ് എത്ര റേറ്റ് തുടങ്ങുന്നത്? 1.62. 1.62 മുതൽ അല്ലെ? V3 സ്റ്റാർട്ടിങ് വരുന്നുണ്ട്. ഓക്കെ. പിന്നെ V4 ഉണ്ട്. V4 ഇതൊക്കെ 2023-24 മോഡല്. 9,000 കിലോമീറ്റർ ഓടിയുള്ളൂ. അതെ, പുത്തൻ ലുക്കിലെ വണ്ടി അല്ലെ? പുത്തൻ വണ്ടി തന്നെയാണ്. ഓക്കെ. അതിനെത്ര റേറ്റ് വരുന്നുണ്ട്? ഇതിനൊക്കെ ഒരു 2 രൂപയോളം വരും അല്ലെ? ഇത് കണ്ടോ നിങ്ങൾ കളക്ഷൻ നോക്കിയേ. ഞാൻ വിചാരിച്ചു പെട്ടെന്ന് കണ്ടപ്പോ 2 MT, പക്ഷെ 2 അല്ല, പലതരം കളറിലുണ്ട് MT തന്നെ. MT എത്ര ബ്രോ? 6 വണ്ടി MT തന്നെ ഉണ്ട് അല്ലേ? അതിന്റെ ഒരു പെർഫെക്ഷനും ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നോക്കിയാൽ 2023 ലാസ്റ്റ് വണ്ടികളാട്ടാ. 23 എത്ര റേറ്റ് വരുന്നുണ്ട്? ഇതിനൊക്കെ റേറ്റ് വരുന്നെങ്കിൽ 1.92 ഒക്കെ വരും അല്ലെ? MT സ്റ്റാർട്ടിങ് എത്ര റേറ്റ് ഉണ്ട്? 1.78 റേഞ്ച്. 1.78 റേഞ്ച് അല്ലെ? അതെ. ഓക്കെ. പിന്നെ NS 3 NS ഉണ്ട്. NS 160 ഉണ്ട്, 200 ഉണ്ട്, 200 BS6 ഉണ്ട്, BS4 ഉണ്ട്. ഇത് BS4 അല്ലെ? ഓ ഇത് ഒരു ഇച്ചിരി ലുക്ക് ആക്കിയിട്ടുണ്ടല്ലോ അല്ലെ വണ്ടി? അതെ. സ്റ്റിക്കർ ഒക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. സെറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെ? അതെ. കൂളിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. സ്റ്റിക്കർ മാത്രം വ്യത്യാസമുള്ളൂ, വേറെ വ്യത്യാസങ്ങളൊന്നും ഇല്ല. വേറെ കാര്യങ്ങളും ചെയ്തിട്ടില്ല. ഓക്കെ. ഇത് 160, 200. ഓക്കെ. റേറ്റ് സ്റ്റാർട്ടിങ് നോക്കണെങ്കിൽ 90 രൂപ മുതൽ റേറ്റ് സ്റ്റാർട്ടിങ് വരുന്നുണ്ട്. 2018-19. ഇത് 220 2018-19 വണ്ടി. റേറ്റ് ഇതിനൊക്കെ റേറ്റ് നോക്കണെങ്കിൽ 92 രൂപ. ഏകദേശം ഒരു 65 രൂപേന്റെ അടുത്തൊക്കെ മാക്സിമം ലോൺ കിട്ടും അല്ലെ? ഒരു 10-35 രൂപ അടച്ചാല്
കിട്ടും. ഓക്കെ, ഇത് 150 അല്ലേ? 150. ആ, ഇതും 150. 150 ഇത് എങ്ങനെ? ABS വരുന്നത്, ഇത് നോൺ ABS. നോൺ എബിഎസ് അല്ലേ? ഇത് 150 തന്നെ. ആ, 2019 ലാസ്റ്റ് മോഡലുകൾ. റേറ്റ് എങ്ങനെയുണ്ട്? ഇതൊക്കെ റേറ്റ് വരുന്നത് 88 രൂപ. 88 രൂപ. പിന്നെ യൂണിക്കോൺ 2 ഉണ്ട് അല്ലേ? യൂണിക്കോൺ 150cc BS4 ലാസ്റ്റ് വണ്ടികൾ, 2 വണ്ടികളുണ്ട്. ഒരെണ്ണം 18 ലാസ്റ്റ്, ഒരെണ്ണം 19 ലാസ്റ്റ്. റേറ്റ്? ഇതിനൊക്കെ റേറ്റ് വരുന്നത് 90 രൂപ. 90 അല്ലേ? ഇതൊക്കെ 19,000 കിലോമീറ്ററും ഇത് 35,000 സെൽഫ് കിലോമീറ്റർ. വർക്കിംഗ് ആണോ? ഫുൾ വർക്കിംഗ് ഉള്ള വണ്ടി. സ്കൂട്ടി വിഗോ അല്ലേ? വിഗോ TVSന്റെ റേറ്റ് ഇത് 2020 മോഡൽ. 20 മോഡൽ. റേറ്റ്? ഇതൊക്കെ റേറ്റ് നോക്കണെങ്കിൽ 67 രൂപ. 67 അല്ലേ? സിംഗിൾ ഓണർ. സിംഗിൾ ഓണർ. അതെ. ഇവിടുത്തെ വണ്ടികളുടെ കാര്യം നിങ്ങൾ പ്രത്യേകിച്ച് സെക്കൻഡോ തേർഡോ ഓണർ എന്ന് ചിന്തിക്കുക വേണ്ട. 90% വണ്ടികൾ സിംഗിൾ ആണ് അല്ലേ? കേരളത്തിൽ ഗ്യാരണ്ടി ഞാൻ പറഞ്ഞുതരാം, 90% വണ്ടികൾ സിംഗിൾ ഓണർ കൊടുക്കുന്ന ഒറ്റ ഷോറൂം അത് പ്രിയദർശിനിയാണ് നിലവില്. ഇനി അടുത്ത ഞാൻ തുടങ്ങുമ്പോഴേ ഉണ്ടാവുള്ളൂ അടുത്തത്. ഓക്കെ, അപ്പൊ പ്ലഷർ, ഹീറോ പ്ലഷർ 2 വണ്ടികളുണ്ട്. റേറ്റ്? 2018 മോഡലുകൾ. റേറ്റ്? റേറ്റ് ഒക്കെ 58 രൂപ. 58 രൂപ. 2 വണ്ടി. പിന്നെ യമഹയുടെ റേസഡ്, റെസീനോ 2 വണ്ടി, റേസഡ് 2 വണ്ടി. ഇതൊക്കെ 2018 മോഡല്. റേറ്റ്? റേറ്റ് വരുന്നത് 60 രൂപ. 60 രൂപ. പിന്നെ ഡിയോ BS4 വണ്ടികള് 2019 ലാസ്റ്റ് വണ്ടി. ഡിയോ നമ്മൾ കഴിഞ്ഞ ദിവസം വന്ന കളക്ഷൻ മൊത്തം പോയി. അതെ, മാറ്റ് ഗ്രേ ഒരു 3-5 വണ്ടി ഉണ്ടായിരുന്നു. ആ വണ്ടി മാറ്റ് ഗ്രേ BS4 ഇല്ല. എല്ലാ വണ്ടിക്കും സേഫ് ഗാർഡും കാര്യങ്ങളുണ്ട്. അതെ, എല്ലാ വണ്ടികളും ഗാർഡൊക്കെ ഇപ്പൊ നമ്മ വെച്ച ഗാർഡുകളാ. ഇത് 2018-19 മോഡലോട്ട് സ്റ്റാർട്ടിങ്. നല്ല കളർ ഇങ്ങനെ തരം തിരിച്ചങ്ങോട്ട് വെച്ചിട്ടുണ്ട് അല്ലേ? അത്തപ്പൂക്കളോരെ. അതിനൊക്കെ റേറ്റ് വരുന്നുണ്ട്. റേറ്റ്? റേറ്റ് വരുന്നത് 63 രൂപ ഡിയോ സ്റ്റാർട്ടിങ് വരും. ധൈര്യമായിട്ട് എടുക്കാലോ, ഒന്നും പേടിക്കണ്ടല്ലോ. ഒന്നുകൊണ്ട് പേടിക്കാനില്ല, ധൈര്യമായിട്ട് എടുക്കാം. TVS ജൂപ്പിറ്റർ 2019 മോഡല്. ഇത് 19 ലാസ്റ്റ്. രണ്ടും 19 ലാസ്റ്റ് തന്നെ. ഗ്രാൻഡ് എഡീഷൻ, നോർമൽ എഡീഷൻ. ഓക്കെ, 2 വണ്ടി ഉണ്ട്. ഇതൊക്കെ റേറ്റ് വരുന്നത് 76 രൂപ. 76 രൂപ. പിന്നെ ഇവിടെ നമ്മളിപ്പോ വീഡിയോയിൽ പറയുന്ന റേറ്റിൽ പലതിലും നെഗോസിയേഷനും കാര്യങ്ങളും അവൈലബിൾ ആണ്. അതൊക്കെ ഒരു നേരിട്ടൊരു ഡീലിങ്ങിന് കാര്യങ്ങളൊക്കെ വ്യത്യാസപ്പെടുത്താൻ ഓഫറുകൾ കിട്ടാൻ. ഓക്കെ, റെഡി ക്യാഷ് ആണെങ്കിൽ പേരുമാറിലെ കാര്യങ്ങൾ പോലും നമ്മ തന്നെ ചെയ്തു തരും. അത് ലോൺ ആണെങ്കിൽ ഫിനാൻസ് തരാൻ. പിന്നെ എൻഡോർക്ക് 1-2 കാണിച്ചു കൊടുക്കാം. ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. 8 വണ്ടികളും ഉണ്ട്. 2019 ലാസ്റ്റ് മോഡലോട്ട് 2021 മോഡലുള്ള വണ്ടികളുണ്ട്. എത്ര സ്റ്റാർട്ടിങ്? എത്ര റേറ്റ്? സ്റ്റാർട്ടിങ് വരുന്നത് 68 രൂപ സ്റ്റാർട്ടിങ് വരുന്നത്. എൻഡോർക്ക് ഉണ്ട് അല്ലേ? 2019 ലാസ്റ്റ് മോഡലാണ്. എല്ലാം സിംഗിൾ ഓണർ. ഗാർഡ് കാര്യങ്ങളൊക്കെ നമ്മ വെച്ചാണ് ഇപ്പൊ എല്ലാം. ഈ ഗാർഡ് വെക്കാൻ തന്നെ ഒരു ചെലവുണ്ട് അല്ലേ? എല്ലാത്തിനും ടയറും കാര്യങ്ങളൊക്കെ നല്ല പുതുപുത്തൻ ടയറും കാര്യങ്ങളൊക്കെ ഇട്ടേക്കുന്നത്. പിന്നെ സർവീസ് ആണെന്നുണ്ടെങ്കിലും ഓയിൽ ചേഞ്ചിങ് ഒക്കെ കഴിഞ്ഞിട്ടല്ലേ പോകുള്ളൂ. എല്ലാ ഓയിൽ ചേഞ്ചിങ് ഒക്കെ ഫിൽറ്റർ, എയർ ഫിൽറ്റർ കാര്യങ്ങളൊക്കെ എല്ലാം മാറിയിട്ടുള്ളതാണ്. ഈ അടുത്ത 3000 ഓയിൽ ചേഞ്ച് ചെയ്യാനുള്ള മാത്രമുള്ള എടുത്തിട്ടുള്ള ആള്. അത്രയുള്ള പണി. അതെ. ഓക്കെ, പിന്നെ ഇതെത്ര? ആക്സസ് 2 ഉണ്ട് അല്ലേ? ആക്സസ് 2 വണ്ടി ഉണ്ട്. റേറ്റ്? 2018 മോഡലും 2020 മോഡലും. ഇതൊക്കെ ഒരു എക്സിലിട്ടോ കാണാൻ. റേറ്റ് എങ്ങനെയാണ്? 2021 മോഡലാണ് അല്ലെ? റേറ്റ്? BS6 BS4. റേറ്റ് വരുന്നത് 68 രൂപ സ്റ്റാർട്ടിങ് വരുന്നുണ്ട്. 68 മുതൽ സ്റ്റാർട്ടിങ്. ഓക്കെ, അപ്പൊ ഇവിടെ ഒരുപാട് ഹോണ്ട ഏവിയേറ്റർ. അത്യാവശ്യം ഹൈറ്റ് ഒക്കെ ഉള്ളത്, അത്യാവശ്യം മുത്തുണ്ട്. നല്ലൊരു സുഖ വണ്ടി ഓടിക്കാൻ. അതെ, ഹൈറ്റ് ഉള്ളത്. റേറ്റ് എങ്ങനെയാണ്? ഇതൊക്കെ 68 രൂപ. 2019 സിംഗിൾ ഓണർ. ഇതിന്റെ കിലോമീറ്റർ നോക്കണമെങ്കിലും ലോ കിലോമീറ്റർ. 20,000 കിലോമീറ്റർ, 35,000 കിലോമീറ്റർ. ഓക്കെ, അപ്പുറത്ത് ഗ്രാസി ഉണ്ട്, അതും കൂടെ കാണിക്കാം നമുക്ക്. സ്കൂട്ടികളിൽ ആക്റ്റീവ് ഉണ്ട്, ഡിയോ BS6 ഉണ്ട്. അല്ല, ഗ്രാസി ഒക്കെ എങ്ങനെ റേറ്റ്? 19 മോഡല്. ഇതൊക്കെ 71 രൂപ സ്റ്റാർട്ടിങ് വരുന്നത്. നല്ല ആലുവ കഷ്ണം ലുക്കിലായിട്ട് 2 വണ്ടി ഇരിക്കുന്നത് അല്ലേ? അത്രയും പെർഫെക്റ്റ് വണ്ടികളാണ്. ക്ലീൻ ആണ്. ലുക്ക് മാത്രല്ല, വണ്ടിയും ആ രീതിയിലുള്ള പെർഫെക്ഷൻ ഉള്ള വണ്ടികളാണ് ഇവിടെയുള്ള വണ്ടികൾ. പച്ച പഴയ വണ്ടികൾ എന്ന് വെച്ചാൽ നമ്മളിപ്പോ കാണിച്ചത് 2015 ശേഷമുള്ള വണ്ടികളാ. ഈ സ്റ്റോക്ക് എന്ന് പറയുന്നത് 3 വണ്ടികൾ ഉണ്ടാവുള്ളൂ. 18 ശേഷമുള്ള മുമ്പുള്ള വണ്ടികൾ അത്രേ ഉള്ളൂ അല്ലെ? ബാക്കിയെല്ലാം മോഡലൂടെ വണ്ടികൾ, BS4 BS6 വണ്ടികൾ. അങ്ങനെ നമ്മൾ വീണ്ടും കുറച്ച് ബൈക്കുകളുടെ കളക്ഷനും കൂടെ കാണിക്കാണ്. പാഷൻ പ്രോ ഇതൊക്കെ നല്ല രസമുള്ള വണ്ടിയാണ്. ഇതൊക്കെ റേറ്റ് എങ്ങനെയാണ്? പാഷൻ പ്രോ നമ്മളെ 2018-19 വണ്ടികളൊക്കെ ഉണ്ട്. ഇതൊക്കെ റേറ്റ് എങ്ങനെയാണ്? 46 രൂപ മുതൽ പാഷൻ പ്രോ സ്റ്റാർട്ടിങ് വരുന്നുണ്ട്. 46,000 മുതൽ പാഷൻ പ്രോ ഉണ്ട്. പാഷൻ പ്രോ സ്റ്റാർട്ടിങ് വരുന്നുണ്ട് അല്ലെ? എല്ലാ വണ്ടി സെൽഫും കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആണ്. എല്ലാം വർക്കിംഗ്. സെൽഫില്ല ചോദിച്ചാൽ നമ്മള് ചെയിൻ സോക്കറ്റും കാര്യങ്ങളൊക്കെ എന്താ അവസ്ഥ? പുത്തൻ ചെയിൻ സോക്കറ്റ് അല്ലേ? അതൊക്കെ എത്ര റേറ്റ്? നിങ്ങൾ ഓടിച്ചു നോക്കിയിട്ട് എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ ഏത് വണ്ടിയാലും അത് അതിനൊക്കെ റേറ്റ് എത്ര ഉണ്ട്? അതിനൊക്കെ ആണെങ്കിൽ ഒരു 73 രൂപ വരും അല്ലെ? 46 മുതൽ സ്റ്റാർട്ടിങ് ഉണ്ട്. ഇതൊക്കെ 19 ലാസ്റ്റ് വണ്ടികളാണ്. ഡിസ്ക് ഇല്ലാത്തതുകൊണ്ട് ഡിസ്ക് ഉള്ളതുണ്ട്. ഗ്ലാമർ
ഗ്ലാമർ റേറ്റ് 2020 മോഡലുള്ള വണ്ടികളുണ്ട്. റേറ്റ് എങ്ങനെയാണ്? ഇതിന്റെ റേറ്റ് ഒക്കെ വരുന്നെങ്കിൽ 68 രൂപ സ്റ്റാർട്ടിംഗ് ഉണ്ട്. ഓക്കെ. പിന്നെ എസ് പി ഷൈനോ? എസ് പി ഷൈൻ. ഓ എസ് പി ഷൈൻ 19 വണ്ടികൾ. ഒരുപാട് എണ്ണം ഉണ്ട് അല്ലേ? അതെ. ആ റേറ്റ് എങ്ങനെ വരുന്നുണ്ട് സ്റ്റാർട്ടിങ്? ഇതിന്റെ റേറ്റ് സ്റ്റാർട്ടിംഗ് വരുന്നെങ്കിൽ 68 രൂപ മുതൽ സ്റ്റാർട്ടിംഗ് വരുന്നുണ്ട്. എസ് പി ഷൈൻ 68 മുതൽ. സിംഗിൾ ഓണർ വണ്ടികൾ കേട്ടോ. ഓക്കെ. എല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി, എല്ലാത്തിനും ഡിജിറ്റൽ മീറ്റർ ആയിരിക്കുള്ളൂ. ഓക്കെ. പിന്നെ നമ്മുടെ സ്പ്ലെൻഡർ ഉണ്ട്, സി ബി ഷൈനും ഉണ്ട്. സ്പ്ലെൻഡർ എത്ര മോഡല്? സ്പ്ലെൻഡർ 2018 മോഡല്. ഇതൊക്കെ റേറ്റ് എങ്ങനെയാണ്? ഇതിന്റെ റേറ്റ് ഒക്കെ 67 രൂപ. ഒന്നും ചിന്തിക്കണ്ട കേട്ടോ, മൈലേജ് ആണ് സാധനം അല്ലേ? ഇത് 18 മോഡലാണെങ്കിൽ 30,000 കിലോമീറ്റർ ജസ്റ്റ് റൺ ചെയ്തിട്ടുള്ളൂ. സിംഗിൾ ഓണർ വണ്ടിയാണ്. റേറ്റ് എത്ര ചോദിക്കുന്നത്? 67 രൂപ. 67. അതിലെന്തെങ്കിലും വ്യത്യാസപ്പെടുത്തി കൊടുക്കുകയും ചെയ്യാം. ഓക്കെ. ഷൈന് സി ബി ഷൈന് അത്യാവശ്യം മോഡലാട്ടാ. കാണുന്ന പോലെ അത്യാവശ്യം നല്ലൊരു വലിപ്പം വണ്ടിയൊക്കെ ഉള്ളത്. കിലോമീറ്റർ ഒക്കെ നോക്കണമെങ്കിൽ 29,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. പക്ക നീറ്റ് കേട്ടോ, എഞ്ചിനും കാര്യങ്ങളൊക്കെ. ഷോറൂം വണ്ടി തന്നെ അല്ലേ? ഷോറൂം വണ്ടി. 29,000 കിലോമീറ്റർ തന്നെ ഓടിന്ന് ഇത് പറയില്ല. റേറ്റ് എങ്ങനെയാണ് ഇപ്പം? ഇതിന്റെ റേറ്റ് പറയുന്നത് 88 രൂപ. 88 രൂപ. 88 രൂപ അല്ലേ? ആരെ വന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് വണ്ടി ചെക്ക് ചെയ്യിക്കാം. എന്തെങ്കിലും പോരായ്മ പറയണേ നമുക്ക് വണ്ടി റെഡി ആക്കി കൊടുക്കാം. നിങ്ങൾക്കായിട്ട് മനസ്സിലാണല്ലോ, നിങ്ങൾക്കായിട്ട് ഇനി ഒരു കംപ്ലൈന്റ് കണ്ടെത്താണെന്നുണ്ടെങ്കിൽ അതിന്റെ വിലയോ ഇല്ലെങ്കിൽ ആ രീതിയിലുള്ള പരിഹാരം ഇവിടെ ഉണ്ടാക്കി തരും. അതെ, ഇപ്പൊ നമ്മളെല്ലാം ചെക്ക് ചെയ്തിട്ട് കയറ്റി വെച്ചേക്കണത്. നിങ്ങൾ ടെസ്റ്റ് ഡ്രൈവ് അടിക്കാവുന്ന ഒരു 5 കിലോമീറ്റർ ടെസ്റ്റ് ഡ്രൈവ് അടിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പോരായ്മ തോന്നണമെങ്കിൽ അത് പരിഹരിച്ചു തരും.